എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണം നൽകാൻ അയാൾ തീരുമാനിച്ചു. ഒരു പിടി അവിൽ മാത്രമായിരുന്നു ഒരു ദിവസത്തെ അവരുടെ എല്ലാവരുടെയും കൂടിയുള്ള ആകെ ഭക്ഷണം. വിവാഹത്തിന് ആര് സമ്മതിക്കുന്നുവോ അവർ ഈ നരകയാതനയിൽ നിന്നും മോചിക്കപ്പെടുന്നതാണ്. എന്നാൽ അവിടെയും ഭീഷ്മയ്ക്ക് തെറ്റി. അവർ ആരും തന്നെ വിവാഹത്തിന് സമ്മതിച്ചില്ല. അവർക്ക് ലഭിക്കുന്ന ഒരു പിടി അവൽ അവർ പരസ്പരം പങ്കിട്ട് കഴിച്ചു. എന്നാൽ 2 ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ ഒന്നുകൂടി വഷളായി. വിവാഹത്തിന് സമ്മതിക്കാതെ വിശപ്പ് സഹിക്കാനാകാതെ ഗാന്ധാരിയുടെ മാതാപിതാക്കൾ മരണമടഞ്ഞു. ഇനി ഗാന്ധാരിയുടെ 4 സഹോദരന്മാർ മാത്രമാണ് ജീവനോടെയുള്ളത്. ദിവസങ്ങൾ മുൻപോട്ടു പോകാൻ തുടങ്ങി. ഒരു രാത്രി അവരിലെ മൂത്ത സഹോദരൻ എല്ലാവരെയും വിളിച്ചു. നമ്മുടെ മാതാപിതാക്കളെ അയാൾ കൊന്നു, നമ്മുടെ സഹോദരിയെ അയാൾ അന്ധയാക്കി. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കുടുംബം അയാൾ കയറി ഇറങ്ങി നശിപ്പിച്ചു. നാം എന്തെങ്കിലും തെറ്റ് അയാളോട് ചെയ്തിട്ടുണ്ടോ? നമ്മുടെ മാതാപിതാക്കൾ ചെയ്തിട്ടുണ്ടോ? പിന്നെ എന്തിനു വേണ്ടി അയാൾ ഇത് നമ്മളോട് ചെയ്തു? അയാളുടെ കുടുംബത്തിന്റെ സന്തോഷത്തിനു വേണ്ടി. സഹോദരൻ പറയുന്നത് അവർക്ക് പൂർണ്ണമായും മനസ്സിലായില്ലെങ്കിലും അവർ കേട്ടുനിന്നു. അവൻ എന്തിനു വേണ്ടിയാണോ ഈ ബഹളങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് അതില്ലാതാകണം. അവൻ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന അവന്റെ രാജകുടുംബം മുടിയണം. എല്ലാവരും തമ്മിൽ തല്ലിച്ചാകണം, അതും അവന്റെ കൺമുന്നിൽ കിടന്ന്.